ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടു നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായി ഞാൻ ആദ്യം ഇവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പുളിങ്കറിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ചേർക്കാം. ഞാനിവിടെ ഉരുളൻകിഴങ്ങ്, സബോള, ബീൻസ്, താള് അതെല്ലാമാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് പരിപ്പിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത്രയും ചേർത്ത് നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് നാളികേരം അരച്ചെടുക്കാം. നാളികേരത്തിലേക്ക് 2 ചുവന്നുള്ളി ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. നാളികേരം അരച്ച് വന്നപ്പോഴേക്കും ഇതേ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച നാളികേരം കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം തിളപ്പിച്ചെടുക്കണം. അതിനു മുന്നേ കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കറി നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വറുത്തിടണം. വറുത്തിടാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉണക്കമുളക്, ഉലുവ, കടുക്, കറിവേപ്പില അത്രയും ചേർത്ത് നല്ലോണം വറുത്ത് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അതും കൂടി ആയാൽ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്